നമസ്കാരം. പാലം കുലുങ്ങിയിട്ടും കേളൻ കുലുങ്ങുന്നില്ല. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പ്രധാനമന്ത്രിക്കെതിരെ പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ബോംബ് അത്രയ്ക്കങ്ങ് പൊട്ടിയില്ല. പാർലമെന്റിൽ തന്നെ സംസാരിക്കാൻ അനുവദിച്ചാൽ ഭൂമി കുലുങ്ങുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിലും AICC ഓഫീസ് പോലും കുലുങ്ങിയില്ല. ഗുജറാത്തിൽ പ്രധാനമന്ത്രിയുടെ ഗ്രാമത്തിൽ നടത്തിയ റാലിയിലാണ് രാഹുൽ ആരോപണം ഉന്നയിച്ചത്. പ്രഭവ കേന്ദ്രം ഗുജറാത്തായിട്ടുകൂടി രാഹുലിൻ്റെ ബോംബിന് കാര്യമായ ചലനമുണ്ടാക്കാൻ പറ്റിയില്ല. ബോംബ്, ഭൂകമ്പം തുടങ്ങിയ മുന്നറിയിപ്പുകൾ തന്ന് രാഹുൽ വലിയ പ്രതീക്ഷയാണ് നൽകിയത്. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. If they allow me to speak in parliament, you will see what an earthquake is going to be. സ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുന്നു. Prime Minister is personally terrified with the information that I have, that we have with us. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. It is personal corruption of the Prime Minister. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? It is personal corruption of the Prime Minister that we have detailed information on. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. नहीं सुनिए, प्रधानमंत्री के बारे में भ्रष्टाचार का पर्सनल इंफॉर्मेशन हम सबके पास है. हम उसको रखना चाहते हैं. हमें प्रधानमंत्री रखने नहीं दे रहे हैं. ലോക്സഭ में हमें बात करने दीजिए, हम सब दिखा देंगे. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ഈ രേഖ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ മാത്രമല്ല, എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെ കയ്യിലും ഉണ്ടായിരുന്നത് തന്നെയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി സഹാറ ഗ്രൂപ്പിൽ നിന്ന് 3 തവണ കോടികൾ വാങ്ങിയതായുള്ള സഹാറ ഡയറി കുറിപ്പുകൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി നിയമസഭയിൽ വരെ ഉന്നയിച്ചിരുന്നു. പ്രശാന്ത് ഭൂഷൺ വക്കീൽ സുപ്രീം കോടതിയിൽ തന്നെ ഈ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. വിശ്വാസയോഗ്യമായ തെളിവല്ലെന്ന് കോടതി പറഞ്ഞ രേഖ പുതുതായ എന്തോ ആണെന്ന മട്ടിലാണ് രാഹുൽ ഉയർത്തിക്കൊണ്ടുവന്നത്. നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് 6 महीने में 9 बार सहारा के लोगों ने अपनी डायरी में लिखा है कि हमने नरेंद्र मोदी जी को पैसा दिया है. अब नरेंद्र मोदी जी, आप 2-3 चीजें मुझे बताइए. ये जो रिकॉर्ड है सहारा का, 2.5 साल से इनकम टैक्स डिपार्टमेंट के पास है. तो अब जब बार बार परिवार तक बात पहुंची है ऑगस्टा वेस्टलैंड में, तो ध्यान बटाने के लिए राहुल गांधी ने ये बेबुनियाद स्टेटमेंट दिया है. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. യുവനേതാവ് പ്രസംഗിക്കാൻ പഠിച്ചതല്ലാതെ ഒരു ഭൂകമ്പവും ഉണ്ടാക്കിയില്ലെന്ന് പരിഹസിച്ച് പ്രധാനമന്ത്രി തിരിച്ചടിക്കുകയും ചെയ്തു. അതായത് രാഹുൽ കുലുങ്ങിയിട്ടും കേളൻ കുലുങ്ങിയില്ല എന്നർത്ഥം. എല്ലാവരും ഒന്ന് നോക്കിയേ, എനിക്കിപ്പോ തലയുണ്ടോന്ന്. उनके एक युवा नेता हैं, अभी भाषण सीख रहे हैं. ऐसे करते वो भी ऐसे करें. ഭൂമികറങ്ങുന്നുണ്ടോടാ സാറ് പറഞ്ഞു न बोलते तो बड़ा भूकंप आ जाता था, और देश को इतना बड़ा भूकंप झेलना पड़ता, ये देश 10 साल तक उभर नहीं सकता था. लेकिन अच्छा हुआ कि बोलना शुरू हो गया तो पता चल रहा है भूकंप की संभावना बची नहीं, क्योंकि देश की जनता समझ गई. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.
ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. പരിഹാസമല്ല മറുപടിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയും വാക്പോര് നിർത്തുന്നില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുമ്പ് വ്യവസായികളിൽ നിന്ന് പണം വാങ്ങിയിരുന്നുവെന്ന ആരോപണം സത്യമെങ്കിൽ ഗുരുതരമാണ്. മാത്രമല്ല ഇതടക്കം BJPക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ ലോങ് ലീവിൽ പോവുകയും സ്ഥലം മാറ്റപ്പെടുകയും സർവീസ് വിടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പേര് മാത്രമല്ല, ഇന്നലെ പ്രധാനമന്ത്രിക്ക് വേണ്ടി മറുപടി പറയുകയും കോൺഗ്രസിനെ ആക്രമിക്കുകയും ചെയ്ത രവിശങ്കർ പ്രസാദിൻ്റെ പേരും ഡയറിയിലുണ്ടെന്ന് പ്രശാന്ത് ഭൂഷൺ വക്കീൽ ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. അബ്കാരി കേസിൽ അകത്തായ ഇവിടുത്തെ മണിച്ചൻ്റെ ഡയറിയിലെ പേരുകൾ വെച്ച് പണ്ട് നാം ആരോപണം ആഘോഷിച്ച മട്ടിലാണെങ്കിൽ ഇതും ഗൗരവമുള്ള വിഷയം തന്നെ. The exemplary record of corruption of Congress party establishes a new benchmark in loot of public money in the annals of governance in the world. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ യഥാർത്ഥ ഭൂകമ്പം മറ്റു വല്ലതുമാണോ? ഇനി എന്തെങ്കിലും കൈവശമുണ്ടോ? BJP അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിഷയം കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് സഹാറ പൊടി തട്ടിയെടുക്കുന്നു. ഈ സൗഹൃദ മത്സരം നിർത്തി പരസ്പരം ശരിക്ക് പൊട്ടിക്കൂ സ്വാമി എന്നാണ് വക്രദൃഷ്ടിക്ക് പറയാനുള്ളത്. കോടികൾ കിലുങ്ങുന്ന എല്ലാവരുടെയും നാറുന്ന അഴിമതി കഥകൾ പുറത്തുവരട്ടെ. കേരളത്തിൽ നോട്ടിന് മാത്രമല്ല റേഷൻ അരിക്കും ക്യൂ ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചപ്പോൾ പലരും അത് കാര്യമായി എടുത്തില്ല. കേന്ദ്രത്തിൽ നിന്ന് റേഷനരി വിഹിതം യഥാസമയം വാങ്ങിച്ചെടുക്കാനും കിട്ടിയത് റേഷൻ കടകളിൽ എത്തിക്കാനും കഴിഞ്ഞില്ലെന്നാണ് സർക്കാരിനെതിരായി ഉയർന്ന ആരോപണം. KPCC സംഘടിപ്പിച്ച പ്രതീകാത്മക റേഷൻ കടകളിൽ അരി വാങ്ങാൻ വന്നവരുടെ നീണ്ട ക്യൂവും ഉന്തും തള്ളും കാണുമ്പോൾ നോട്ട് ക്ഷാമം മാത്രമല്ല അരിക്ഷാമവും ഉണ്ടെന്ന് മനസ്സിലായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയോട് പറയട്ടെ, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം വെച്ച് പന്താടരുത്. കേരളത്തിലെ ജനങ്ങളുടെ റേഷനരി വെച്ച് പന്താടരുത്. അടിയന്തരമായി കേരളത്തിന്റെ അരിവിഹിതം നേടിയെടുക്കുന്നതിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തണം കേന്ദ്രത്തിൽ. കുടവാളും വടിവാളും പൊടിയമ്പും വെറുതെ പുലിപോലും എലിയാവും കലികാലം ദൂരെ ചക്കിനു വെച്ചത് കൊക്കിനു കൊള്ളണ തക്കിടി വിറ്റത് ഇക്കിടി അടിപിടി എപ്പടി ഇടിമഴ കൂട്ടിന് കുറുതരി മണ്ടനു മറുപടി തണ്ടനു തടിപിടി പലവിധ പരിതാപം ഇതിനിതു പരിഹാരം. ഡ്രൈവർ വണ്ടി എടുത്തോളൂ, ദൗത്യം പാലി. സിവിൽ സപ്ലൈസ് വകുപ്പിൽ മുമ്പ് അഴിമതി സാർവത്രികമാക്കിയ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഇപ്പോൾ അരിയില്ലാതെ പട്ടിണിയിലാണ്. പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂരിന് ലീവ് കൊടുത്തതാണോ എന്നറിയില്ല. ജോണി നെല്ലൂർ ഇല്ലാതെ മുൻ മന്ത്രി അനൂപ് ജേക്കബിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി കേരളത്തിലെ റേഷൻ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചു. കലവും ചട്ടിയും വിറകും ഉണ്ടെങ്കിലും അരിയില്ലാത്തതിനാൽ കഞ്ഞി വയ്ക്കാതെയാണ് പ്രതിഷേധിച്ചത്. FCI ഗോഡൌണുകളിൽ അട്ടിയിട്ടിരിക്കുന്ന അരിയിൽ അടയിരിക്കാതെ മന്ത്രി തിലോത്തമൻ സഖാവ് എത്രയും വേഗം അരി കൊടുക്കണം. കേരളീയർക്ക് മാത്രമല്ല മുഴുപട്ടിണിയിലായ
അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്കും. പട്ടിണി സമരം സിന്ദാബാദ്. കേരള നാട് പട്ടിണിയാണ്, കേരള ജനത പട്ടിണിയാണ്. ഒരു മണി അരിയും കിട്ടാനില്ല, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞവർ റേഷൻ വിതരണവും മുട്ടിച്ച് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ റേഷൻ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് റേഷൻ കടകളിൽ അരി എത്തിയിട്ടില്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തൊഴിൽ തർക്കമാണ്. ഇപ്പോൾ കേന്ദ്രത്തിന് അലോട്ട്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യം ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ്, കേരളത്തിന് അനുവദിച്ച അലോട്ട്മെൻറ്റ് പൂർണ്ണമായും കേന്ദ്രം നൽകി. അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ FCI ഗോഡൗണുകളിൽ ഭദ്രമായി ഇരിക്കുന്നു. പക്ഷേ അത് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല, തൊഴിൽ തർക്കം കാരണം. തൊഴിൽ തർക്കം തുടങ്ങിയിട്ട് 1.5 മാസം, പിന്നെ 2 മാസം ആവുകയാണ്. ഈ 2 മാസം ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെന്റ് ഇടപെട്ടിരുന്നുവെങ്കിൽ റേഷൻ മേഖല സ്തംഭിക്കുകയില്ലായിരുന്നു. നേരത്തെ ഭക്ഷ്യഭദ്രതാ നിയമം കാരണം അലോട്ട്മെന്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടി. ആ കിട്ടിയ അലോട്ട്മെന്റ് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു തൊഴിൽ തർക്കം പരിഹരിക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അത് എത്രമാത്രം പരാജയമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഗവൺമെന്റ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇടപെടണം. ഇപ്പം ഇന്നലെ തൊഴിൽ തർക്കം തീർന്നു എന്ന് വെച്ച് കൈയും കെട്ടിയിരിക്കാൻ പോയാൽ റേഷൻ ഒരു കാരണവശാലും എത്താൻ പോകുന്നില്ല. ഗവൺമെന്റ് കൃത്യമായ നിലയിലുള്ള പരിപൂർണമായ ഒരു മൈൻഡ് ആപ്ലിക്കേഷൻ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ വിഷയം അടുത്ത ദിവസങ്ങളിലൊന്നും പരിഹരിക്കത്തില്ല. ഇപ്പോൾ അരിയുടെ വില 10 രൂപ വരെ കിലോയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ട്, അതും ക്രിസ്മസ് കാലത്ത്. കരയരുതാലും കരളുകളുരുകി കരയരുതേ വെറുതേ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. സുധാകര വൈദ്യരുടെ ചികിത്സയെ ഫലിക്കൂ. നമ്മളൊക്കെ ശരീരത്തിന് കാലം തരുന്ന പരിക്ക് പോലെ തന്നെ പ്രസ്ഥാനത്തിനും കാലം സംഭാവന നൽകുന്ന പരിക്കുകളുണ്ട്. ആ പരിക്കിലാണ് നമ്മളിപ്പോൾ. പക്ഷെ ആ പരിക്ക് കേരളത്തെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആ പരിക്ക് അത് പെർമനന്റ് അല്ല, ക്യൂറബിൾ ആണ്.